വരണം വരണം, 10 മണി ആവുന്നേ ഉള്ളൂ. 9:45. വരൂ വരൂ വരൂ. എന്താണ് റെസ്പോൺസിബിലിറ്റി ഉള്ള പോവാം പോവാം പോവാം, നടക്കൂ. ഗുഡ് മോർണിംഗ് സർ. ഇരിക്ക. Sit down. Exactly 10. ഫ്രെഡി എന്നല്ലേ പേര്? അതെ. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഇത് മിസ്റ്റർ ചിത്രാംഗതൻ, ഇത് നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ചാണ്. അതെ, മരണത്തിൽ ഒന്നിക്കാമെന്ന് വെച്ചു. സ്വാമി, മോനുവിനെ വിളിക്കൂ. ഫ്രെഡി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണല്ലേ? അതെ. എന്തായിരുന്നു സബ്ജക്ട്? എക്കണോമിക്സ്. എക്കണോമിക്സ്, ധനതത്വശാസ്ത്രം. ഗുഡ്. ഇവരൊക്കെ? ഞാനും BA എക്കണോമിക്സ് സാർ. എവന് ഡിഗ്രിയേ ഉള്ളൂ. ഓഹോ, ഡിഗ്രിയിൽ നിർത്തി? അതെ, പ്രീ ഡിഗ്രി. മോളും ഇരിക്കണം. ഇനി കാര്യങ്ങൾ വളച്ചു കെട്ടാതെ പറയാം. ഫ്രെഡിക്ക് എന്റെ മോളെ ഇഷ്ടമാണോ? എന്താ മൗനം? ഫ്രെഡിക്ക് മോനുവിനെ ഇഷ്ടമാണോ എന്ന്? ഇഷ്ടമാണ്. വെൽ, മോൾക്കോ ഫ്രെഡിയെ ഇഷ്ടമല്ലേ? നിങ്ങളിങ്ങനെ രണ്ടുപേരും പാർക്കിലും ബീച്ചിലും ഒക്കെ പരിസരം മറന്ന് റൊമാൻറ്റിക് മൂഡിൽ നടക്കുന്നത് നോ, അതത്ര സുഖമുള്ള കാര്യമല്ല. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതെന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക. നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണം നടത്തിത്തരാൻ. ഇക്കാര്യം ഫ്രെഡിയുടെ മാതാപിതാക്കളുമായിട്ടാണ് ആദ്യം ആലോചിക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റേതായ ചില പദ്ധതികളുണ്ട്. നിങ്ങൾക്കൊരു മത്സരമെന്നോ എന്റെ വിചിത്രമായ ഒരു തീരുമാനമെന്നോ എന്ത് വേണമെങ്കിലും കരുതാം. എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും കഴിവും സാമർഥ്യവും സർവോപരി സത്യസന്ധതയും മാറ്റുരച്ച് നോക്കാനുള്ളൊരു സന്ദർഭമാണിത്. എന്താ, നിങ്ങൾ അതിന് തയ്യാറാണോ? തയ്യാറാണ്. എക്സലന്റ്. സാവി. ഓ, സാവി തന്നെ നടക്ക. മടങ്ങിയിരിക്കും. ജെന്റിൽമാൻ, ഇത് 5 ലക്ഷം രൂപയുണ്ട്. 5 lakhs. പേടിക്കണ്ട, ടാക്സ് കൊടുത്ത പണമാണ്. ഇന്ന് തീയതി 15. 15 വേഴും 24. അതെ, 23. നോ, 22 എന്ന് വെച്ചാ ഒരാഴ്ച. ഈ ഒരാഴ്ച കൊണ്ട് ഈ പണം മുഴുവൻ ചെലവാക്കണം. ഫ്രെഡി തനിച്ച് വേണമെന്നില്ല, 3 പേരും കൂടെ ചെലവാക്കിയാൽ മതി. എന്താ, ആയിക്കൂടെ? ചെലവാക്കാൻ സാർ. ഇറ്റ് ഈസ് വെരി ഈസി അല്ലേ? പാട്ടുകാരൻ എന്ത് പറയുന്നു? ചെലവാക്കാൻ സാർ. ഗുഡ്. അപ്പൊ ഞങ്ങൾ അറിയട്ടെ. എന്താ, ധൃതിയുണ്ടോ? ഏത് പദ്ധതിക്കും ചില കണ്ടീഷൻസ് ഉണ്ടാവില്ലേ? യെസ് സാർ. ആമി, വായിക്ക്. കണ്ടീഷൻ നമ്പർ 1. കണ്ടീഷൻ അല്ല, കണ്ടീഷൻ. അമ്മ അത് തന്നെയാണല്ലോ. കണ്ടീഷൻ നമ്പർ 1. ഷീട്ടുകളി, കുതിരപ്പന്തയം തുടങ്ങി യാതൊരുവിധ ചൂതുകളിക്കും ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്പർ 2.
അസന്മാർഗിക നടപടികൾക്ക് ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്പർ 3, സ്വർണം, വാഹനം, ഭവനം എന്നിവ വാങ്ങാൻ പാടുള്ളതല്ല. നമ്പർ 4, ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടുള്ളതല്ല. നമ്പർ 5, ഈ പണം കൊണ്ട് കച്ചവടം തുടങ്ങി മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്താൻ പാടുള്ളതല്ല. നമ്പർ 6, ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ പാടുള്ളതല്ല. നീ തൊലഞ്ഞ് നമ്പർ 7, ഈ പണം ദാനമായി കൊടുക്കാൻ പാടുള്ളതല്ല. നമ്പർ 8, കുടുംബങ്ങൾക്കോ ബന്ധുക്കൾക്കോ അന്യർക്കോ കൊടുക്കാൻ പാടുള്ളതല്ല. നമ്പർ 9, ഒരാഴ്ചത്തെ നിങ്ങളുടെ ഈ ലക്ഷറിയായ ജീവിതത്തിൽ മറ്റാരെയും പങ്കെടുപ്പിക്കാൻ പാടുള്ളതല്ല. നമ്പർ 10, ഈ പണം കത്തിച്ചു കളയുകയോ കുഴിച്ചു മൂടുകയോ തുടങ്ങി മറ്റൊരു വിധത്തിലും നശിപ്പിക്കാൻ പാടുള്ളതല്ല. 10 കണ്ടീഷൻ. 10 കമാൻഡ്മെന്റ്സ്. സാറ് മോശയാണോ? മോശം ആ ചോദ്യം. ഞാൻ മിഖായേൽ, കവലിയർ മിഖായേൽ. സ്വാമി, കണ്ടീഷൻസിന്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തേക്കും. അങ്ങ് കൊടുക്കൂ. ഇതിലടങ്ങുന്ന മറ്റ് 2 കൽപ്പനകൾ കൂടി വായിച്ച് കേൾപ്പിക്കൂ സ്വാമി. ഇത് കണ്ടീഷൻസിൽ പെടുന്നില്ല. നമ്പർ 1, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും മുന്തിയ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് ഈ 7 ദിവസം ആർഭാടമായി ജീവിക്കാവുന്നതാണ്. സഞ്ചരിക്കാൻ ഒരു കാർ വാങ്ങാം. വില 25,000 കൂടാൻ പാടില്ല. നമ്പർ 2, ഏറ്റവും വില കൂടിയ വസ്ത്രം, ആഹാരം, മദ്യം തുടങ്ങി നിബന്ധനയിൽ ഉൾപ്പെട്ട രീതിയിൽ ചെലവഴിക്കാവുന്നതാണ്. പക്ഷേ 7 ദിവസത്തേക്ക് മാത്രമാണ് ഈ ലക്ഷറി ജീവിതം. എന്താ ഫ്രെഡി, കണ്ടീഷൻസ് അക്സെപ്റ്റബിൾ അല്ലേ? യെസ് സർ. ഗുഡ്. എടുത്തോ. 1 minute. ബ്രൗൺ കാറ്റ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പണവും തന്ന് നിങ്ങളെ അയച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. നോ. ഇനിയുള്ള നിങ്ങളുടെ ഒരാഴ്ചത്തെ നീക്കങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്ത സ്പെഷ്യൽ സ്ക്വാഡാണ് ബ്രൗൺ കാറ്റ്. ഓക്കെ ജെന്റിൽമാൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. സ്വാമി, ഞങ്ങൾ ഇതൊരു ചാലഞ്ച് ആയിട്ട് എടുക്കും. ഈ ലോകത്തെ പണം ഉണ്ടാക്കാനാ വിഷമം, ചെലവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരാഴ്ച വേണ്ടി വരില്ല, മാക്സിമം ഒരു 5 days അല്ലേ? പിന്നെ സർവമംഗളാനുഭവന്തു. ഓക്കെ സ്വാമി, സീ യു. ഭവന്തു. ഈ പണം കൊണ്ട് കച്ചവടം തുടങ്ങാൻ പാടുള്ളതല്ല. പിന്നെ ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചു. എന്തോ ഇത്ര നോക്കാൻ? പണം കണ്ടിട്ടുള്ള ആക്രാന്തം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. നമുക്ക് അവനെ ഒന്ന് ഫിനിഷ് ചെയ്യണ്ടേ? എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ എന്തോ ചതി ഉണ്ടെന്നാണ്. ചതിക്കാനാണ് ഇത്രയും പണം നമ്മുടെ തന്നിട്ട് വേണോ? വേറെ എന്തൊക്കെ വഴികളുണ്ട്? എടാ മണ്ട, എന്നാ ഇത് ചതിയാണ്. അയാൾക്ക് പോലീസിന് ഇൻഫോം ചെയ്ത് ഈ പണം നമ്മൾ മോട്ടിച്ചാണെന്ന് പറയിപ്പിച്ചാ പോരെ? ഒരു പ്രത്യേക സ്വഭാവമുള്ള മനുഷ്യൻ. പക്ഷെ എന്തായാലും ആള് ഭയങ്കര ഡീസന്റ് ആണ്. അയാൾക്ക് വട്ടാണോ? ഒരു വട്ടുമില്ല. മോനും എന്നോട് പറയാറുണ്ട് പപ്പയുടെ സ്വഭാവ വിശേഷങ്ങൾ. ഒരു തോട്ടക്കാരനെ അപ്പോയിന്റ് ചെയ്യാൻ പോലും വിചിത്രമായ ചില രീതികളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഹി വോണ്ട് ചീറ്റ് us. നമ്മളെ ചതിക്കില്ല. അങ്ങനെയെങ്കിലും ഇതൊരു ചാലഞ്ചാണ്. നമ്മളത് വെല്ലുവിളിയോടെ ഏറ്റെടുക്കുന്നു. ഒരാഴ്ച കൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം നമുക്കിത് ചെലവാക്കാം. പക്ഷെ അതിനുള്ള വഴികൾ ആലോചിക്കൂ. ഈ 5 ലക്ഷം രൂപ പതുക്കെ പറ. എന്ത് പറ്റി? ചുറ്റോട്ടുള്ളവർ കേൾക്കും. എന്റെ ഭഗവതി, 5 ലക്ഷം രൂപ, അതും ബണ്ടിലായിട്ട് കാണാനുള്ള ഭാഗ്യം നീ വരുത്തിയല്ലോ. പിന്നെ ഞങ്ങൾക്കും വേറെ ജോലിയും കൂലിയൊക്കെ ഉള്ളതാ. എങ്കിലും നിന്റെ പ്രേമ സാഫല്യത്തിന് വേണ്ടി ഈ ത്യാഗോജലമായ സേവനത്തിന് ഞാനും തയ്യാർ. എങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമസ്കാരം ചേട്ടാ. ഹലോ. അറിയാമല്ലോ, ഐറ്റം അല്ല നോക്കേണ്ടത്, പ്രൈസ്. അറിയാ, 1500 രൂപയുടെ ഒരു സാധനം കാച്ചട്ടെ. ഒന്ന് പതുക്കെ പറ. അതിലും വില കൂടിയ ഐറ്റം വല്ലതും ഉണ്ടോ നോക്ക്. ഇല്ലല്ലേ, 1500 തന്നെ കൂടിയവൻ.
ലൂപ്സി ലോബ്സ് പേര് വായിക്കൊള്ളുന്നില്ല, നീ എന്നെ വായിക്കേ. ലോബ്സ്റ്റർ ടെർമിനോ. എന്തത് ഒന്ന് വെറുതെ ഇരിടെ. ഇത് 5-star ഹോട്ടലാ, പഞ്ചാക്ഷത്രം. വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് ടു ഡ്രിങ്ക് സർ? ലേശം വീശണോന്ന്. എണ്ണ അടിച്ച് കോണ്ടിരിയ. വി ഹാവ് ബ്ലഡി മേരി, മേരിയ, ബ്ലാക്ക് ലേബൽ, ഓൾഡ് ക്രോ. ഓൾഡ് ക്രോ, വയസ്സൻ കാക്ക. 5-star ഹോട്ടലിൽ വയസ്സൻ കാക്കയോ? നോ താങ്ക് യു. സോ ക്യാൻ യു ടേക്ക് യുവർ ഫുഡ് ഓർഡർ സർ? ഓക്കെ. 3 lobster thermodos. 3 whole lobsters? Are you sure? Yes, man. 3 full lobsters. എവിടെ പോയി? ബഷീറെ, ഇപ്പൊ മൊത്തം എത്ര ഡാമേജ് ആയിട്ടുണ്ട്? നോക്കാം. ഓ, ഇത് കണ്ടീഷൻസ്. അത് കാറ്റിപ്പറപ്പ്. നമ്മുടെ ടെക്സ്റ്റൈൽസ് പീസ്, അതായത് നമ്മുടെ സൂട്ട്, ഷർട്ട്, കോട്ട്, തൊപ്പി, കുപ്പി, കുന്തം, വടിച്ചക്രം എല്ലാം കൂടെ ഒരു 30 രൂപ മാറിയിട്ടുണ്ട്. 30,000 എന്ന് പറയടേ, മനസ്സിനൊരു സമാധാനം വരട്ടെ. ഓ ശരി. പിന്നെ റൂം അഡ്വാൻസ് ഒരു 10, ടാക്സിക്ക് ഇറങ്ങിയത് എല്ലാം കൂടി ചേർത്തൊരു 5 വരും. അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ കാശ് അത് 10-25 വരും. ഓഹോ, അപ്പൊ എല്ലാം കൂടി 1.5 ലക്ഷം മാറി കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷം? ഒരു ദിവസം കൊണ്ട് 1.5 ലക്ഷം. അപ്പൊ ഇനി ഒരാഴ്ച വേണ്ടി വരില്ല, തീർന്നോളൂ. കുറച്ചുകൂടെ തരാൻ പറയാറുന്നല്ലോടെ. എന്തോ? എടാ ഫ്രെഡി, നീ ഭാഗ്യവാനാ. 2 ആഴ്ച കഴിഞ്ഞാ കല്യാണം ഉറപ്പാ. ദേ വരുന്നു ലോബ്സ്റ്റർ ടെർമിഡോസ്. എന്റെ ദൈവമേ, ശവമഞ്ചം മരുന്ന് പോലുണ്ടല്ലോ. ഇവിടെ ഇവിടെ ഇവിടെ. അളിയത് എന്തോന്നടേ? അളിയായത് കൊഞ്ച. എന്റെ ആയുസ്സിൽ ഞാൻ ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല. നിന്നെക്കാളും വലുതാ. അപ്പോഴേ ഇത് എവിടുന്നാ തുടങ്ങേണ്ടത്? ഞാൻ കാണിച്ചു തരാം. ഓക്കെ. വലിയ കുഴപ്പമില്ല, പിന്നെ അല്ലേ, കൊള്ളാം. ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നുമില്ലടേ. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി. എക്സാക്ട്ലി. നമുക്ക് കാശ് ചെലവാകണം, അത്രയല്ലേ ഉള്ളൂ. അത് ചെലവായി. ആ ബില്ലിങ് തരാൻ പറ. ചെക്ക് പ്ലീസ്. ബില്ല് അവിടെ കൊടു. അളിയാ, രൂപ 5600 മാറി കിട്ടി. ഫാസ്റ്റ്. അളിയ ഇതുപോലെ 3 കൂടെ പാഴ്സൽ ചെയ്തുകൊണ്ട് പോവാം. പാഴ്സൽ ചെയ്യണ്ട. Keep the change. എക്സ്ക്യൂസ് മീ സർ, മാനേജർ വിളിക്കുന്നു. വാട്ട്? ബില്ലിൽ എന്തെങ്കിലും പാടാ ഇനിയും വേണമായിരിക്കും. എനി മിസ്റ്റേക്ക്? അറിയില്ല സർ, പ്ലീസ് കം. പോവാ. ഈ തുണി ഇരിക്കട്ടെ, നിലം തുടയ്ക്കാം. അത് കഴിഞ്ഞ് മുഖവും തുടയ്ക്കാം. Ja, die Hunters. Yes, die Hunters. Taramayula, Urmil School, Aina, Yamaha, Tapioca, Rimua, Yalasam, Ya, Urbeserio, Yoda, Ya, Osaka, Yama, Natarapino, Uzaka, Molia, Iru, 25 packet. Osaka. എന്തിനാ സർ വിളിപ്പിച്ചത്? പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾ കഴിച്ച ലോബ്സ്റ്റേഴ്സ് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്ത് ഡീപ് സീ ഹണ്ടേഴ്സ് എന്ന പുതിയ കമ്പനിയാണ്. മീറ്റ് മിസ്റ്റർ മേനോൻ ലീ, ഡീപ് സീ ഹണ്ടേഴ്സിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഹലോ. നൂറുകണക്കിന് ഡിഷസുകൾ മെനു കാർഡിൽ ഉണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ ലോബ്സ്റ്റർ തിരഞ്ഞെടുത്തത്.
പോലുള്ള ലാപ്ടോപ്പ് പ്രേമികളാണ് ഡീപ് സീ ഹണ്ടേഴ്സിന് നിലനിൽക്കുന്ന വിഷയം. ഒസാക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഒരു പ്രത്യേകതരം ലാപ്സാണ് ഇന്ന് ഞങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാദ്യമായി ഓർഡർ ചെയ്തതും ലാപ്ടോപ്പ് പ്രേമികളായ നിങ്ങളും. ആ സ്പെഷ്യൽ ഡിഷ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ കോംപ്ലിമെന്റ് ആണ്. ബില്ല് ഓൾറെഡി കമ്പനി പേ ചെയ്ത് കഴിഞ്ഞു. ഇരിക്കൂ. സർ പ്ലീസ്, എന്തായാലും ഞങ്ങൾ പേ ചെയ്ത് പോയില്ലേ സർ? നോ നോ, താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഡീപ് സീ ഹണ്ടേഴ്സിന്റെ സ്നേഹോപഹാരം. താങ്ക് യു. ഇത് നിറച്ചും ലോബ്സ്റ്ററാണ്. ജീവനുള്ളതാണോ? ഉണ്ടായിരുന്നു 8 മാസത്തിന് മുമ്പ്. അതാണ് ഈ മുറിക്കകത്ത് കയറിയപ്പോ ഒരു അവിഞ്ഞ നാറ്റം. കൊടു. നിങ്ങൾ ഈ സ്കോച്ച് ഹിസ്റ്ററിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? 100 വർഷം, 50 വർഷം, 10 വർഷം അത്രയും പഴക്കമുള്ള ലോബ്സ്റ്റർ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിന് വില കൂടും. ഇതിന് ഞങ്ങൾ എത്ര രൂപ തരണം? കമ്പനി, ഇത് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആണ്. പണം വേണ്ട. No cash. ചതിച്ചല്ലോ പടച്ചോനെ. ഇവിടെ നിന്നാ നമ്മുടെ കാശ് ചെലവാകില്ല. വേറെ മാർഗം തേടുന്നതാ നല്ലത്. റെഡി, തൽക്കാലം നമുക്ക് സ്ഥലം വിടാം. പ്രസന്റഡ് ബൈ ഡീപ് സീ ഹണ്ടേഴ്സ്. അവന്റെ അമ്മൂമ്മയുടെ ലോബ്സ്റ്റർ മാഗ്നറ്റ്. എന്റെ ബലമായ സംശയം ഇത് ആ ഷെവലിയർ ബൗണ്ട് കാച്ചിനെ വെച്ച് നടത്തുന്ന ഒരു വേലയായിരിക്കുമോ എന്നാണ്. അയ്യോ, എന്നാ നമുക്ക് ഈ കാശും കൊണ്ട് തേരാപ്പാര ഓടാനേ കഴിയത്തുള്ളൂ. ഓടിയാ കുഴപ്പമില്ലായിരുന്നു. കമ്പി എണ്ണേണ്ടി വരുമെന്നാ എനിക്ക് പേടി. വെറുതെ ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കാടേ. ഫോൺ തന്നെ അടിക്കുന്നതേ. ഹലോ, എന്താ ഇത്? ഹലോ, എന്നോടൊന്നും മിണ്ടണ്ട. ഇന്നലെ ഇവിടുന്ന് പോയിട്ട് ഒന്ന് ഫോൺ ചെയ്യാൻ തോന്നിയില്ലല്ലോ. ഫോൺ ചെയ്യലല്ല, അങ്ങോട്ട് ഒന്ന് രണ്ട് തരാനാ എനിക്ക് തോന്നുന്നത്. എന്നാ എന്റെ ചക്കര ഇങ്ങോട്ട് ഓടുവാ. ഇടി പെണ്ണെ, കുറെ കാശും കൈ തന്ന് ഞങ്ങളെയൊക്കെ കുറെ കളിപ്പിക്കാന്ന് കരുതിയോ? ചേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊരു പുല്ലും കേൾക്കണ്ട. പപ്പയ്ക്കും മോൾക്കും എക്സ്പെരിമെന്റ് നടത്താൻ ഞാൻ എന്റെ ഗിനിപ്പിക്കോ മറ്റാണോ? കറക്റ്റ്. ഷട്ട് എനിക്കിതൊന്നും നേരത്തെ അറിയില്ലായിരുന്നു ഫ്രെഡി. ഓക്കെ, തനിക്കറിയില്ല, സമ്മതിച്ചു. പക്ഷെ തന്റെ പപ്പയുടെ ഉദ്ദേശം എന്താ? അപ്പോഴേ സാറേ, ഇപ്പൊ വലിയ വീമ്പും നടക്കണ്ട. ഈ വീരവാദങ്ങളൊന്നും ഇന്നലെ പപ്പയുടെ മുമ്പിൽ വെച്ച് കേട്ടില്ലല്ലോ. 5 ലക്ഷം രൂപ 7 ദിവസം കേൾക്കേണ്ട താമസം പെട്ടി എടുത്തോണ്ട് ഓടി. സാധ്യമല്ലെങ്കിൽ അപ്പോഴേ പറയായിരുന്നില്ലേ ഞാൻ ഗിനിപ്പിക്കല്ലെന്ന്. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനൊരു കളി പറഞ്ഞതല്ലേ ഫ്രെഡി. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഐ ലവ് യു. ഐ ലവ് യു മോനോ. ഐ ലവ് യു. ഐ ലവ് യു മോനോ. ഫ്രെഡി, എന്റെ ചക്കര ഒരു മണവാട്ടിയായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എങ്ങനെ? എന്റെ ചക്കര ഒരു മണവാട്ടിയായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഫ്രെഡി, കോളടിച്ചില്ലേ? അപ്പൊ ചെലവ് ഇതൊന്നും പോരാ. ഇതൊരു ലൈഫ് ട്രീറ്റ്മെന്റ് അല്ലേ? ഇനി എന്തെല്ലാം ട്രീറ്റ് കിടക്കുന്നു. എനിക്കൊരു ട്രീറ്റും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അതല്ല, പപ്പ തന്ന കാശ് പെട്ടെന്ന് തീർക്കാൻ നോക്ക്. എന്നിട്ട് വേണം. എന്നിട്ട് വേണം? എന്നിട്ട് വേണം. നല്ല മധുരമുണ്ട്, ഇച്ചിരി കഴിച്ചു. കൊള്ളാം.
എക്സ്ക്യൂസ് മീ